നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. കൂടോത്രം അത് സത്യമാണോ? ഇന്നത് പറയാൻ കാര്യം, ഇപ്പോൾ അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരുപാട് വാർത്താ പ്രാധാന്യം നേടിയിരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് വിളിച്ച് ചോദിച്ചതിനുള്ളൊരു മറുപടിയാണ് ഇന്ന് ഞാൻ പറയുന്നത്. എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ബാധകൾ കയറാറുണ്ട്. അതിനെ ഒഴിപ്പിക്കാൻ പോകുന്നൊരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഞാൻ പോയി ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകളുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ വലിയൊരു വാർത്ത, നമ്മുടെ ഒരു പ്രമുഖ നേതാവിൻ്റെ വീട്ടിൽ, ഒന്നല്ല ഇപ്പോഴാണ് ഒരാളുടെ ഇതിന് മുമ്പുമൊക്കെ പലരുടെ വീട്ടിൽ നിന്നും കൂടപത്രം എന്ന് പറയുന്ന ഒരു ദുഷ്പ്രവൃത്തി, ഒരു ശത്രുദോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തു വെക്കുന്നതാണ് ഈ കൂടപത്രം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് ഒരു വീട്ടിൽ നിന്നുമൊക്കെ കുഴിച്ചെടുത്തു, വലിയൊരു നേതാവിൻ്റെ വീട്ടിൽ നിന്നും കുഴിച്ചെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഇതൊക്കെ സത്യമാണോ എന്നുള്ളതാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇതൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് മനുഷ്യൻ്റെ മനസ്സ് അങ്ങനെയാണല്ലോ. പലപ്പോഴും പല ചിന്താഗതികളാണ്, ഭയം തുടങ്ങിയ വികാരങ്ങൾ വരെ മനുഷ്യനുണ്ട്. അപ്പോൾ നമ്മളെ നശിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമ്മളിലേക്ക് ബാധിക്കാനുള്ള സാധ്യത അത് തള്ളിക്കളയാൻ പറ്റുന്നില്ല. പലരും പറയുന്നുണ്ട്, ഞാനും എൻ്റെ വീഡിയോയിൽ കൂടി പറയുന്നതാണ്, നമ്മൾ ഭയപ്പെടാതിരുന്നാൽ ഇതിനെയൊക്കെ നമുക്ക് പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഭയപ്പെടാതിരിക്കുക, പ്രതിരോധിക്കാൻ സാധിക്കും എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ ഇതിനൊരു സത്യമുണ്ട്. ഇത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് അനുഭവിച്ചിട്ടുള്ള ഒരുപാട് പേര് എനിക്ക് നേരിട്ടറിയാം. ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് പരിഹാരങ്ങൾക്ക് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സത്യമാണെന്ന് പലരും ചോദിക്കുന്നുണ്ട്. ചിലവരൊക്കെ പറയുന്നു അത് സത്യമല്ല എങ്കിൽ അത് ഞങ്ങളെ പിടിക്കണ്ടേ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. അത് നമുക്കതൊരു ശരിയായ ഒരു ചോദ്യമായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം എല്ലാവർക്കും എല്ലാം സംഭവിക്കണമെന്നില്ലല്ലോ. നമ്മുടെ ഭൂമി മൊത്തവും കൊറോണ പിടിച്ചു, മൊത്തം വ്യാപിച്ചു അതിൻ്റെ വൈറസുകൾ. പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെട്ടവരില്ലേ? കൊറോണ പിടിക്കാത്ത എനിക്ക് പിടിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ അതില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെ പിടിച്ചില്ല? നമ്മളിൽ രോഗപ്രതിരോധ ശക്തി, ഇമ്മ്യൂണിറ്റി പവർ കൂടിയിട്ടുള്ളവർക്ക് ഈ കൊറോണയോ അതുപോലുള്ള മറ്റ് മാറാവ്യാധികളൊന്നും പെട്ടെന്ന് പിടിക്കില്ല. നമ്മളൊരു വീട്ടിലൊരു പകർച്ചപ്പനി വന്നു, അത് ചിലപ്പോൾ 3 പേർക്ക് പിടിക്കും, 2 പേർ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഈ പനി പിടിക്കാത്തവരോ അല്ലെങ്കിൽ കൊറോണ പിടിക്കാത്തവരൊക്കെ കൊറോണ എന്നൊന്നില്ല എന്ന് പറയുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പിടിച്ചില്ല, ശരിയാണ്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് അത് പിടിച്ചവർക്ക് അതുവഴി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇത് ആരെയും പേടിപ്പെടുത്താനൊന്നും പറയുന്നതല്ല. നമ്മൾ ഇതിനൊക്കെ ഒരുപാട് മുൻകരുതലുകൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഈ പറയുന്നതിനകത്തും ചില സത്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ കൂടി ചില വിഷയങ്ങളാണ്. അങ്ങനെയുള്ള മനസ്സുകളിലേക്ക് ഇത് കടന്നുകൂടുന്നു. പക്ഷെ എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ വ്യക്തിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ബുദ്ധിമുട്ടുകൾ ഏറുന്നത് കൊണ്ടാണ് ഇദ്ദേഹമല്ല പലരും, അതായത് ജീവിച്ചു കൊണ്ടിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് ഒരു ദുരിതത്തിലേക്ക് പോകുന്നു, രോഗാവസ്ഥയിലേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിലേക്ക് പോകുന്നു. അപ്പോൾ രോഗം കൂടിയാൽ നമ്മൾ പെട്ടെന്ന് ഡോക്ടറെ കാണുന്നു. ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് യാതൊരു ദോഷങ്ങളും അല്ലെങ്കിൽ ഒരു രോഗങ്ങളുമില്ല, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള ചില മാർഗങ്ങൾ നമ്മൾ തേടി പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഉണ്ടെന്നും ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ അത് എവിടെയോ ദൂരെ ഇരുന്നു കൊണ്ടൊരു ജോത്സ്യൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളുടെ വീടിൻ്റെ ഇന്ന ഭാഗങ്ങളിൽ ഇത് കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് വന്ന് കുഴിച്ചെടുത്തപ്പോൾ കൃത്യമായിട്ട് അത് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതൊക്കെ എന്തൊക്കെയോ ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെയോ അടിസ്ഥാനപരമായിട്ട് സത്യങ്ങളുണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഇല്ലാതെ ഇതിനിങ്ങനെ ഒരു പവർ ഉള്ളത് കണ്ടാണല്ലോ ദൂരെ ഇരുന്നപ്പോൾ ഒരു ജോത്സ്യന് അദ്ദേഹത്തിൻ്റെ രാശിയിൽ കൂടി ഇതിനെ കണ്ടെത്താൻ പറ്റുന്നത്. പക്ഷെ പവർ എന്ന് പറയുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. ഇത് നെഗറ്റീവാണ്, ഇത് മനുഷ്യനെ നശിപ്പിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ളത് ഉണ്ട് എന്നുള്ള ചില ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ള ചില കാര്യങ്ങളാണ്. അപ്പം ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാലും ഇത് അനുഭവിക്കുന്നവർക്ക് ഇനിയിപ്പോൾ ചിലപ്പോൾ ആ നേതാവ് ചിലപ്പോൾ പറയും അങ്ങനെ എൻ്റെ തോന്നലാണെന്ന് പറയുമായിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒന്ന് ചെയ്തു വയ്ക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു, അസുഖങ്ങൾ ഉണ്ടാകുന്നു. അത് സഹിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയപ്പോഴത്തേക്കായിരിക്കാം അദ്ദേഹം ഇങ്ങനെ ഒരു വഴി തിരിഞ്ഞ് ഡോക്ടറെ അടുത്ത് പോയി. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹം ഇത് അറിയുന്ന മറ്റൊരു വിധത്തിലേക്ക് ഒരാളിൻ്റെ സഹായം തേടുന്നു. അവിടെ നിന്നും ഇതിങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്.
പക്ഷെ ഇതിനകത്ത് വേറൊരു വിഷയം, ഇതുമായിട്ട് വർഷങ്ങളായിട്ട് നിൽക്കുന്നത് കൊണ്ട് പറയുകയാണ്. ഈ കുഴിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് അത്ര കണ്ടുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. കാര്യം ഇതെങ്ങനെ കുഴിച്ചെടുത്തു എന്ന് എനിക്കറിയില്ല. ഞാൻ ഇതിനെക്കുറിച്ചല്ല പറയുന്നത്, മുമ്പ് ഞാൻ കണ്ടിട്ടുള്ള പല കേസുകളുമാണ്. അതായത് ഇങ്ങനെ കുഴിച്ചെടുക്കുന്ന ആൾക്കാർ വന്നിട്ട് അവർ തന്നെ ഈ സാധനം അവിടെ ഇട്ടിട്ടെടുക്കുന്ന ഏർപ്പാടുകളുണ്ട്. അത് അവർ നേരിട്ട് വരികയാണെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു സംശയം പോലും നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ അല്ലാതെ ചില വിദഗ്ധന്മാർ അവരുടെ ആസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പറയുന്നത് നിങ്ങളുടെ വീടിന് ഇന്ന ഭാഗത്ത് ഇത്ര താഴ്ചയിലേക്ക് കുഴിച്ചു നോക്കൂ, അവിടെ നിന്ന് ഇന്ന സാധനം കിട്ടുമെന്ന്. അത് കൃത്യമായിട്ട് കിട്ടും. അതെടുത്ത് പരിശോധിക്കുമ്പോൾ അത് ആ പറഞ്ഞ കാലാവധി അത്രയും കുഴിച്ചിട്ട് ആ പഴക്കം അതിനകത്ത് ഉണ്ടായിരിക്കും. അങ്ങനെയും ചില സത്യസന്ധമായ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാ വിഭാഗത്തിലും കള്ളന്മാരും നല്ലവരും ഉള്ളത് കൊണ്ട് നമ്മൾ ചില ആൾക്കാർ ഇതിനെ മോശം അല്ലെങ്കിൽ ഇതിങ്ങനെ ഇല്ല എന്നൊക്കെ പറയുമായിരിക്കാം. പക്ഷെ സത്യമായിട്ടും ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ ഇതിനകത്ത് ഉണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ദൈവങ്ങളാണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിനെ ഉപയോഗിച്ചിട്ടാണ് ഇത് ഉള്ള കൂടപത്രങ്ങൾ ചെയ്യുന്നതെന്ന് ചില ഒരു ധാരണ. അങ്ങനെയും ഞാനൊരു വാർത്ത ഇന്ന് തന്നെ ഇടയായി. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും ആ ഒരു വ്യക്തി എനിക്ക് ഒരുപാട് ബഹുമാനവും ഞാൻ ആ ചാനൽ മാത്രമേ ഞാൻ കാണുകയുള്ളൂ. കാര്യം മറ്റൊരു വാർത്താ ചാനലും ഞാൻ കാണില്ല. പക്ഷെ അദ്ദേഹം തന്നെ ഇങ്ങനെ പറഞ്ഞു. ചിലപ്പം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൃത്യമായിട്ടുള്ള അറിവ് കിട്ടിയിട്ടുണ്ടോ എന്ന് വിചാരിക്കില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദൈവം എന്ന് പറയുന്നത് ദൈവം മാത്രമല്ല, ഭൂമിയിൽ ദൈവവും ഉണ്ട്, പിശാചും ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഉണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ നെഗറ്റീവിനെ സൃഷ്ടിച്ചിരിക്കുന്നതിന് ദൈവമാണെന്നാണ് എൻ്റെ മാത്രം അഭിപ്രായമാണ്. കാരണം വെച്ചാൽ ഇത് കണക്ക് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ നമ്മൾ പോസിറ്റീവിനെ അന്വേഷിച്ച് പോവുള്ളൂ. അപ്പോൾ നെഗറ്റീവ് ഉണ്ടെങ്കിലേ പോസിറ്റീവിന് പ്രാധാന്യമുള്ളൂ. അതുകൊണ്ട് ദൈവം തന്നെ ഈ പിശാചിനെയും ഭൂമിയിൽ ഇങ്ങനെ വളർത്തി വിട്ടിരിക്കുന്നതായിരിക്കാമെന്നാണ് എൻ്റെ മാത്രമൊരു വിശ്വാസം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന അത് ക്ഷേത്രങ്ങളൊന്നും പറയാൻ പറ്റില്ല. ക്ഷേത്രങ്ങളിലൊന്നും ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല. അതായത് കൃത്യമായിട്ട് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ള മൂലമന്ത്രങ്ങളും ധ്യാനങ്ങളും ശ്ലോകങ്ങളും ഒക്കെ മാത്രമേ ക്ഷേത്രത്തിനുള്ളിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഞാൻ തന്ത്രിയാണ്, എനിക്കറിയാവുന്നതാണ്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ട്. അവിടെയും ഈ ക്ഷേത്രങ്ങളിൽ നമ്മൾ സാത്വികമായി പ്രതിഷ്ഠിക്കുന്ന ദേവതകളുടെ പേരുകൾ തന്നെയാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതാണ് ഇതിനകത്ത് പലർക്കും സംശയം തോന്നുന്നത്. എനിക്കറിയാവുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഞാൻ ദേവിയുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ ഈ കേരളത്തിൽ വളരെ പ്രസിദ്ധപ്പെട്ട പല ക്ഷേത്രങ്ങളിലും പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവി ഭാവം തന്നെയാണ് അവിടെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ധാരണ ആ ദേവി തന്നെയാണ് ഇങ്ങനെ പോയി കള്ളും മീനും കോഴിക്കാലും വെച്ചു കൊടുത്താൽ ഈ ക്ഷുദ്രകർമ്മങ്ങൾ അല്ലെങ്കിൽ ഇതുകൊണ്ടൊക്കെ കൂടപത്രങ്ങൾ ചെയ്യാൻ ആ ദേവി തന്നെ സഹായിക്കുന്നുള്ളൊരു ധാരണയുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല. ആ ഒരു പേര് അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പേര് ആർക്കും വേണം ഉപയോഗിക്കാമല്ല. ഇപ്പം ശ്രീകൃഷ്ണൻ, ഭഗവാൻ ശ്രീകൃഷ്ണൻ മനുഷ്യർക്കില്ലേ പേരുകൾ, ശ്രീരാമൻ, രാമൻ മനുഷ്യർക്കില്ലേ പേരുകൾ, ശിവൻ, അത് കണക്കുള്ള പല പേരുകളും നമുക്ക് മനുഷ്യർക്കും ഉണ്ട്. അങ്ങനെ ഒരു പവറിനെ ഇവർ സൃഷ്ടിച്ചെടുക്കുകയാണ് ഈ ഒരു പേരിട്ടിട്ട്. കണ്ടാൽ ആ രൂപം ആ പേരും ഒക്കെ തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ ദേവത കാണിക്കുന്ന ഒരു നന്മയും ഇവിടെ നിന്ന് നമുക്ക് കിട്ടാറില്ല. അതായത് ഒരു കുട്ടിയെ നമ്മൾ വളർത്തിയെടുക്കുന്ന ഒരു രീതി, ഒരു പ്രതിഷ്ഠ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. നമ്മളൊരു പ്രതിഷ്ഠയിലേക്ക് പ്രാണായാമം ചെയ്ത് ദേവത ശക്തി അതിലേക്ക് നമ്മൾ ആവാഹിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അത് നിത്യപൂജയിൽ കൂടി അതിനെ വളർത്തിയെടുക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു നെഗറ്റീവിന്റെ ഒരു പ്രസൻസ് അതിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ഒരു പവർ അതിനകത്തേക്ക് കയറ്റിയിട്ട് അതിനെ വളർത്തിയെടുക്കുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതിനൊക്കെയുള്ള ദുഷ്കർമ്മങ്ങൾ, അതായത് മനുഷ്യനെ നശിപ്പിക്കുന്ന, മനുഷ്യനെ ദുരിതത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾ, ശത്രുദോഷങ്ങൾ, അതുപോലുള്ള ഈ കൂടപത്രങ്ങൾ, കൈവശം എന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്തു കൊടുക്കുന്ന ചില സ്ഥലങ്ങൾ, ക്ഷേത്രങ്ങളെന്ന് എൻ്റെ വായി വരുന്നു. ക്ഷേത്രമല്ല അതൊന്നും. ശരിക്കും ക്ഷേത്രത്തിന്റെ ആചാരമര്യാദകളൊന്നും അവിടെ സാധിക്കാറില്ല. നെഗറ്റീവുകൾ വെച്ച് പൂജിച്ചിട്ട് ഇതേ കണക്കുള്ള ദേവതാ സ്ഥാനങ്ങളുടെ പേരുകളും കൊടുത്തിട്ട് ചെയ്യുന്നതാണ്. അവിടെയൊന്നും നമുക്ക് ഒരു കാരണവശാലും നല്ല കാര്യങ്ങൾക്കൊന്നും പോകില്ല. ഈ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നമുക്ക് എന്താണ് കുറെ നന്മകൾ കിട്ടും നിയമത്തിന്റെ മുന്നിൽ പോയാൽ. അതേസമയം കള്ളന്മാർ നമ്മളത്ത് അങ്ങനെയാണ്, നമ്മളൊന്നും എല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന ചില ഏർപ്പാടാണ്. അങ്ങനെയുള്ളവരെ പിടിക്കുന്നതാണ് നമ്മുടെ നിയമം എന്ന് പറയുന്നത്, പോലീസും കോടതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ, ഒരുപാട് സ്ഥാപനങ്ങൾ, ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരുപാട് കസ്റ്റമറും ഉണ്ട്,
അതാണ് അതൊക്കെ ഇന്നും തഴച്ചു വളരുന്നത്. കാരണം നമ്മുടെ മഹാക്ഷേത്രങ്ങളിൽ പോയാൽ ചിലപ്പോൾ ഇന്നോവയോ അതിനപ്പുറം കൂടി പോയാൽ ഒരു ഏതെങ്കിലും കുറച്ചുകൂടി വില കൂടിയ കാറുകളിലൊക്കെയാണ് ആൾക്കാർ അധികമായി വരുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ചില സ്ഥാപനങ്ങളിൽ കുടപത്രം ചെയ്തു കൊടുക്കുന്ന ചില ക്ഷേത്രങ്ങൾ വരുന്നത് കോടികൾ വില കൊടുപ്പുള്ള കാറിലാണ് പലരും വരുന്നത്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതായത് നമ്മൾ ഈ ഏത് മേഖലയിലായാലും, ഒരു മേഖലയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, ഏത് മേഖലയിലായാലും ഇതുപോലുള്ള സംഭവങ്ങൾക്ക് വേണ്ടി ആൾക്കാർ, അതും ഉന്നത വിദ്യാഭ്യാസമുള്ളവരും സമ്പത്തുള്ളവരും ഉയർന്ന നിലയിൽ നിൽക്കുന്നവരും ഒക്കെ തന്നെയാണ്. എല്ലാവരെയും കാര്യമല്ല പറയുന്നത്. കുറച്ച് ആൾക്കാരെങ്കിലും ഇതുപോലുള്ള ഈ ഒരാളെ നന്നായി വരുമ്പോൾ അയാളെ നശിപ്പിക്കാനോ, അല്ലെങ്കിൽ ഒരാൾ എന്നെക്കാളും ഉയർന്ന ഒരു സ്ഥാനത്തിലേക്ക് ഇരിക്കുന്നു, ആ സ്ഥാനം തട്ടിപ്പറിച്ചിട്ട് അതെനിക്ക് കിട്ടുവാനോ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ വിജയിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ളവർ വീണ്ടും വീണ്ടും ആ സ്ഥലത്തേക്ക് ചെന്നെത്തുന്നത്, അന്വേഷിച്ച് പിടിച്ചെത്തുന്നത്. എനിക്ക് ഒരുപാട് കണക്ക് സ്ഥലങ്ങൾ എനിക്കറിയാം. അവിടെയൊക്കെ വരുന്നത് വലിയ ഉന്നത നിലയിലിരിക്കുന്ന ആൾക്കാരാണ്. അവർ വന്ന് ഇതൊക്കെ ചെയ്യുന്നു, അവരൊക്കെ അത് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവർ ചെയ്യുമ്പോൾ ഒരു പ്രധാന കാര്യം, ഇങ്ങനെ ഒന്നും ചെയ്തിട്ടാണ് അവരുടെ എതിരാളി നശിച്ചു പോയതെന്ന് അറിയാതിരിക്കാൻ കൂടി അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇന്നിപ്പോൾ സംഭവിച്ചത്, അത് എങ്ങനെയോ സംശയത്തെ തിരിച്ചറിയുകയും ആളിനെ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു കുടപത്രമാണ് എന്നറിയുകയും അതിനെ പോയി കണ്ടെത്തുക. അപ്പൊ അത് കണ്ടെത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി അതിനകത്ത് പവറുണ്ട്. പവർ ഇല്ലാത്തൊരു സാധനം വെറുതെ ഒരാൾ ഒരു എന്തെങ്കിലും ഒന്ന് കുഴിച്ചിട്ടാൽ ഒരു ജ്യോതിഷിക്കോ മറ്റൊരു ശാസ്ത്രജ്ഞനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിധത്തിൽ ഇതിന് പവറുണ്ട്. അത് നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പക്ഷെ അങ്ങനെ ഒരു പവർ ഇതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയതും അതിനുശേഷം അദ്ദേഹത്തിന് ഒരു മാനസികമായിട്ടൊരു സന്തോഷത്തിലേക്ക് പോകാനും പറ്റിയത്. ചിലപ്പോൾ മാനസികമായിട്ടുണ്ടാകുന്ന ഒരു വികാരമായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതായിരിക്കാം. പക്ഷെ എന്തായാലും കൂടപത്രം എന്ന് പറയുന്ന ഇതുപോലുള്ള ദുഷ്പ്രവൃത്തികൾ നമ്മുടെ ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇന്ന് വളരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട്. അതായത് നമുക്കൊരു ശത്രു ഉണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാവരും ചിന്തിക്കുന്ന അവന് ആരെങ്കിലും കൊണ്ട് രണ്ടടി കുടിപ്പിക്കണം എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ അത് പ്രശ്നമാണ്. നാളെ പോലീസ് പിടിച്ചാൽ നമ്മൾ പിന്നെ അത് നിയമത്തിന് മുമ്പേ നമ്മൾ കീഴടക്കേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെ തെളിവൊന്നുമില്ല. അതാണ് എല്ലാവരും ഇതിന്റെ പിന്നിലേക്ക് പോകുന്നത്. അത് തന്നെയുമല്ല, മുച്ചൂടും നശിപ്പിച്ച് കളയാൻ ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളെ വലിച്ചു താഴെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ തീർത്തും നശിപ്പിച്ച് ഒരു രോഗാവസ്ഥയിലേക്ക് കിടത്തുവാൻ പോലും ഇതുപോലുള്ള ദുഷ്കർമ്മങ്ങൾക്ക് സാധിക്കും. ഇതിൻ്റെ ഒരുപാട് ജീവിക്കുന്ന തെളിവുകൾ ഒരുപാട് നമുക്ക് ചുറ്റിനുമുണ്ട് എന്നുള്ളതാണ്. അപ്പം കുടപത്രം എന്ന് പറയുന്നത് അത് സത്യം തന്നെയാണ്. അതിനകത്ത് അതിനെ നമ്മൾ ഒന്ന് ഭയപ്പെടുക, ഇല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. പക്ഷേ വീണ്ടും ഞാൻ ഇതുപോലുള്ള എന്തെങ്കിലും വിഷയങ്ങൾ നമുക്കുണ്ടെങ്കിൽ ആദ്യം ഡോക്ടറെ കണ്ട് പരിശോധിക്കുക. ഇദ്ദേഹം വളരെ ധീരനായ ഒരു നേതാവാണ്. അദ്ദേഹം ചെയ്തത് അങ്ങനെ തന്നെ. ആദ്യം ഡോക്ടറെയൊക്കെ കണ്ടു നോക്കി. പക്ഷെ അതിൽ അദ്ദേഹത്തിന് ഒരു തൃപ്തി വന്നില്ല, അല്ലെങ്കിൽ ഡോക്ടറിന് ഇതിന്റെ കാരണത്തിനെ കണ്ടുപിടിക്കാൻ പറ്റാതെ വന്നപ്പോഴാണ് അദ്ദേഹം ഇതിന് പോവുകയും. പക്ഷേ ഇതിലേക്ക് പോയെങ്കിലും ഇതൊരു അന്ധവിശ്വാസം എന്ന് പലരും പറയുന്നുണ്ട്. പക്ഷെ പോയെങ്കിലും അദ്ദേഹത്തിന് അതിന്റെ കാരണം കണ്ടെത്താനോ ഏത് വിധത്തിലായാലും അദ്ദേഹത്തിന് ആ മാനസികാവസ്ഥ അല്ലെങ്കിൽ രോഗാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുവാനും സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെവിടേക്കെയോ എന്തൊക്കെയോ ഒരു സത്യം ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസ് ഓൺലൈൻ ബുക്കിംഗ് നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 നിബന്ധനകളുണ്ടായി, അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ ഏതെങ്കിലും വിധത്തിലുള്ള വാസ്തുദോഷമോ ഭൂമി ദോഷമോ അതുപോലെ എന്തെങ്കിലും ദോഷങ്ങളുണ്ട്, അത് ഞാൻ അവിടെ വന്ന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണ്, മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും ഞാൻ അവിടെ വന്ന് കണ്ട് സമയക്രമം അനുസരിച്ച് ഇതിനുള്ള പരിഹാര മാർഗങ്ങളും ഞാൻ പറഞ്ഞു തരാം. അതുപോലെ എന്നെ കാണാൻ നേരിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. വരേണ്ട തിരുവനന്തപുരം ജില്ലയിലാണ് ഞാനുള്ളത്. അവിടെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരാൻ ശ്രമിക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനം തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.